Now we will see the views in SQL. We are already familiar with different join operations, right? Why we are using these join operations? These join operations are used to combine two or more relations. So here we have an example, table 1 and table 2, and we are combining these two tables using the query select column 1, column 3, column 5 from table 1, inner join table 2 using matching column. So here we are combining these two tables using inner join, right? So suppose if you want to get the same information, what we want to do? We need to issue the same query again and again. So a better way to do this is to save the query in the database server and assign a name to it. This named query is called a database view or simply view. ഓക്കെ, അതായത് ഇപ്പോൾ ഇവിടെ രണ്ടോ അതിലധികമോ റിലേഷൻസിനെ നമ്മൾ ഓൾറെഡി ജോയിൻ ചെയ്യാൻ പഠിച്ചു. ഇന്നർ ജോയിൻ ഉണ്ട്, ഔട്ടർ ജോയിൻ ഉണ്ട്. ഔട്ടർ ജോയിനിൽ തന്നെ ലെഫ്റ്റ് ഔട്ടർ ജോയിൻ, റൈറ്റ് ഔട്ടർ ജോയിൻ, ഫുൾ ഔട്ടർ ജോയിൻ, ഇങ്ങനെ ഡിഫറെൻറ്റ് ജോയിൻ ഓപ്പറേഷൻസ് പഠിച്ചു. അത് ഓരോന്നും എന്തിനാണെന്നും നമ്മൾ പഠിച്ചു. അപ്പം ഇത്തരത്തിൽ നമ്മൾ ജോയിൻ ഓപ്പറേഷൻസ് ചെയ്ത് ഡിഫറെൻറ്റ് റിലേഷൻസിൽ നിന്നും നമ്മൾ വാല്യൂസ് എടുക്കുമ്പോൾ ഓരോ ടൈമിലും നമ്മൾ ഇതുപോലെ ക്വറീസ് എഴുതേണ്ടി വരും. സപ്പോസ് ഇഫ് യു വാണ്ട് ടു ഗെറ്റ് ദ സെയിം ക്വറി, സെയിം ഇൻഫോർമേഷൻസ് നമുക്ക് വീണ്ടും വീണ്ടും ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് ഈ സെയിം ക്വറി തന്നെ നമ്മൾ വീണ്ടും ടൈപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് എന്താ? ആ ക്വറീസ് നമ്മൾ ഡാറ്റാബേസിൽ എവിടെയെങ്കിലും സേവ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് ആ ക്വറി കോൾ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആ ഒരു റിസൾട്ടൻറ്റ് റിലേഷൻ നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ അതിനുള്ളൊരു മാർഗമാണ് ഒരു ഡാറ്റാബേസ് വ്യൂ അല്ലെങ്കിൽ സിംപ്ലി വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡാറ്റാബേസ് വ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഏതൊക്കെ റിലേഷൻസ് ആണോ കിട്ടേണ്ടത് അതിൻ്റെ ക്വറീസ് നമ്മൾ ഓൾറെഡി ടൈപ്പ് ചെയ്ത് ഒരു സ്ഥലത്ത് സേവ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, അപ്പോൾ അവിടെ ടേബിൾ റിസൾട്ടൻ ടേബിൾ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. പകരം എന്ത് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ? ആ ക്വറി മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. നമുക്ക് ആവശ്യം വരുന്നതനുസരിച്ച് നമ്മൾ ആ ക്വറി എക്സിക്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, so views are virtual tables that do not store any data of their own but display data stored in other tables, and it does not physically exist. Rather, it is created by a query joining one or more tables. A MySQL view can show data from one table or many tables. The fields in a view are one or more real tables in the database, and it provides a mechanism to hide certain data from the view of certain users. A view is a named query stored in the database catalog. So I have already told you that the view is a named query that we are storing in a particular database catalog. So there is not any relation that physically exists in that. We are just creating joining statements. So we can say these views are actually the virtual tables. Actually that tables are not existing, so we can say these views are virtual tables. Okay, and why do we need these views? We can use these views to provide a mechanism to hide certain data from the views of certain users. സപ്പോസ് നമ്മളിപ്പോൾ ഒരു വ്യൂ പറയുമ്പോൾ എല്ലാ ടേബിളിലും എല്ലാ ഡാറ്റയും നമ്മൾക്ക് വ്യൂ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, എല്ലാ യൂസേഴ്സിനും ആവശ്യം വരുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ബാങ്ക് എംപ്ലോയിയുടെ കേസിൽ ബാങ്കിലെ മാനേജർക്ക് വ്യൂ ചെയ്യുന്ന ഡാറ്റാസ് അവിടെയുള്ളൊരു പ്യൂണിന് വ്യൂ ചെയ്യേണ്ട കാര്യം വരുന്നില്ല, അവിടെയുള്ളൊരു സൂപ്പറിന് വ്യൂ ചെയ്യേണ്ട കാര്യം വരുന്നില്ല. അപ്പോൾ ഓരോരുത്തരുടെയും വ്യൂ ലെവൽ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്, റൈറ്റ്? സോ നമുക്ക് ഓരോ യൂസറിനും അനുസരിച്ച് ഇതുപോലെ ഡിഫറെൻറ്റ് വ്യൂസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഇത്തരം മെക്കാനിസംസ് നമുക്ക് എവിടെ അപ്ലൈ ചെയ്യാം? ഡാറ്റാബേസിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, അതാണ് അതിൻ്റെ മെയിൻ. ഒരു ആപ്ലിക്കേഷനായിട്ട് പറയുമ്പോൾ നമുക്കൊരു ചില സർട്ടൻ ഇൻഫോർമേഷൻസ്, സെൻസിറ്റീവായിട്ടുള്ള ഇൻഫോർമേഷൻസും സർട്ടൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസും നമുക്ക് ചില സർട്ടൻ യൂസേഴ്സിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇതുപോലെ ഹൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും.
അതുപോലെ ഇത്തരം ക്വറി എന്ന് പറയുന്നത് എന്താണ്? സ്റ്റോർഡ് ക്വറീസ് ആണ് വ്യൂ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ആ ഒരു ക്വറി മാത്രമാണ് സ്റ്റോർ ചെയ്യുന്നത്, അതിൻ്റെ റിസൾട്ടൻ റിലേഷൻ നമ്മൾ സ്റ്റോർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആ ടേബിൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, സ്റ്റോർ ചെയ്യുന്നില്ല. അത് ആക്ച്വലി എന്താണ്, ഒരു വെർച്വൽ ടേബിളാണ്. ഫിസിക്കലി അതുപോലൊരു റിസൾട്ടൻ്റെ റിലേഷൻ അവിടെ ആക്സസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഓർക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓക്കെ, then the syntax for creating an SQL view. So here there is a syntax. Look at syntax: create or replace view name as select column name from table name where condition. Okay, so here we have created a view using the syntax create view name as select column name from table name where condition. So here is an example. If you want to create a view of instructor without the salary, so for that we can use the statement create view faculty as select id, name, department from instructor. Okay, അപ്പോൾ ഇവിടെ നമ്മളൊരു വ്യൂ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻസ്ട്രക്ടർ എന്നുള്ള ഒരു ടേബിളിന് സാലറി ഒഴിവാക്കിയിട്ടുള്ള ഒരു വ്യൂ ആണ് നമുക്ക് വേണ്ടതെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, അത്തരത്തിലൊരു വ്യൂ ക്രിയേറ്റ് ചെയ്യാം. എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? ക്രിയേറ്റ് വ്യൂ. എന്താണ് ആ വ്യൂവിൻ്റെ പേര്? ഫാക്കൽറ്റി. ആസ് എന്താണ് നമുക്കവിടെ സെലക്ട് ചെയ്ത് എടുക്കേണ്ടത്? സെലക്ട് ID, name, department. From where? From instructor. Okay, so create view faculty as select ID, name, department from instructor. Suppose we have already created a view, and if we want to modify or we want to edit any data in that particular view, we can use create or replace. Okay, that means there is already existing a view and we are trying to modify that view. For that we can use create or replace view name as select columns from table name where condition. Okay, here we have not specified any condition in this case. In this example we can also specify any conditions as well. Okay, as per our requirement. നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും കണ്ടീഷൻസ് ഇവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. Then rename views. The rename table statement is used to change the name of the view. Okay, for that we can use the command rename table original view name to new view name. Suppose we have a view with name faculty and we want to rename it to new faculty. Okay, for that what command we can use? Rename table faculty to new faculty. So here the first one is the old name and the second one is the new name. Okay, അപ്പോൾ റീനെയിം എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി എന്ത് പേരിലാണോ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനെ നമ്മൾ റീനെയിം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റീനെയിം ടേബിൾ ഒറിജിനൽ നെയിം ഓൾഡ് നെയിം ഓക്കെ ടു ന്യൂ നെയിം. അതാണ് ഒറിജിനൽ വ്യൂ നെയിം ടു ന്യൂ വ്യൂ നെയിം എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? Then show view. To show all views in the current database, you use the show full table statements as follows. Show full tables where table name is equal, table type is equal to view. Okay, using this command we can display all the views in the current database. Okay, suppose if we want to show all the views from any other database, so for that we have to specify that particular database name, and for that we can use the SQL command show full tables from or in database name where table type is equal to view. Okay, and here we have an example: show full tables from database 1 where table type is equal to view. Okay, അപ്പോൾ ഇവിടെ already we have some views, and if you want to display all the views that we have created on particular database, for that we can use the command show full tables where
ടേബിൾ ടൈപ്പ് ഇസ് ഈക്വൽ ടു വ്യൂ. ഇപ്പം നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഡാറ്റാബേസിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വ്യൂസിനെയാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് എങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഷോ ഫുൾ ടേബിൾസ് ഫ്രം ഓർ ഇൻ ഡാറ്റാബേസ്. ഏത് ഡാറ്റാബേസിൽ നിന്നുള്ളതാണ്? ഓക്കെ, ഫ്രം ഓർ ഇൻ ഡാറ്റാബേസ് നെയിം. വേർഡ് ടേബിൾ ടൈപ്പ് ഇസ് ഈക്വൽ ടു വ്യൂ. ഓക്കെ, ഇവിടെ DB1 എന്നുള്ള ഡാറ്റാബേസിൽ നിന്നുള്ള വ്യൂസ് ആണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനുള്ളത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് ക്വറിയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്? ഷോ ഫുൾ ടേബിൾസ് ഫ്രം DB1. വേർഡ് ടേബിൾ ടൈപ്പ് ഇസ് ഈക്വൽ ടു വ്യൂ. ഓക്കെ അല്ലേ? ഷോ ഫുൾ ടേബിൾസ് ഫ്രം DB1 where table type is equal to view. Then views with check option clause. So we can use views with the check conditions. For that we can use the syntax create or replace view name as select check option with check option. Okay, so create or replace view BCA department as select star from instructor where department is equal to BCA. Here we are creating a view for the BCA department instructors. For that we use the command create or replace view and the view name is BCA department as select star from instructor where department is equal to BCA. Suppose in instructor we have different instructors with the department and the department may be BCom, BBA, psychology, BCA, etc. So if we want to create a view for the BCA department instructors, we can create that particular view using the command create or replace view BCA department as select star from instructor where department is equal to BCA. ഓക്കെ, അപ്പോൾ ഇത് ഇൻസ്ട്രക്ടേഴ്സിൽ BCA ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാത്രം വ്യൂ ചെയ്യാൻ നമുക്കൊരു ടേബിൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതെന്ത് ചെയ്താൽ മതി? ജസ്റ്റ് BCA ഡിപ്പാർട്ട്മെൻറ്റിനെ മാത്രം നമുക്ക് സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ക്രിയേറ്റ് ഓർ റീപ്ലേസ് BCA ഡിപ്പാർട്ട്മെൻറ്റ് ആസ് സെലക്ട് സ്റ്റാർ ഫ്രം ഇൻസ്ട്രക്ടർ where department is equal to BCA. Then dropping views. We have already created a view and if we want to drop that view we can use the command drop view name. Okay, and this is used to delete a view from the database that is no longer required. ഇപ്പം നമുക്ക് ഒരു നമ്മൾ ഓൾറെഡി ഒരു വ്യൂ ക്രിയേറ്റ് ചെയ്തു, നമുക്ക് ആ വ്യൂ ഇനി നമ്മളത് യൂസ് ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ഡ്രോപ്പ് ചെയ്യാം. അപ്പോൾ അതിനെ ഡ്രോപ്പ് ചെയ്യാൻ നമ്മൾ ഏതാ യൂസ് ചെയ്യുന്നത്? ഡ്രോപ്പ് വ്യൂ നെയിം. നമ്മളിപ്പോൾ ഓൾറെഡി ഒരു ഫാക്കൽറ്റി എന്ന് പറഞ്ഞൊരു വ്യൂ ക്രിയേറ്റ് ചെയ്തു, BCA ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു വ്യൂ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇത്തരം വ്യൂസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിനെ ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ജസ്റ്റ് എന്ത് മാത്രം സ്പെസിഫൈ ചെയ്ത് കൊടുത്താൽ മതി? ഡ്രോപ്പ് വ്യൂ ഫാക്കൽറ്റി, ഡ്രോപ്പ് വ്യൂ BCA ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, ഇത്തരത്തിൽ അത് മാത്രം സ്പെസിഫൈ ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ വ്യൂസിനെ റിമൂവ് ചെയ്യാം. Then why use views? Views increase reusability. Right, and it improves the security of the database by showing only intended data to authorized users, and it hides sensitive data and it simplifies the SQL query. And finally, the only consideration is that view should contain all not null columns of the table it references. Okay, so the importance of views are it increases the reusability. So each time we want to write the query and in the case of views we can simply select that view and display it. So we can use these statements by calling the views. So it increases the reusability and we can hide certain information from certain users. So we can say it improves the security of the database by showing only intended data to authorized users. So we can say it hides some sensitive informations. Okay, and it also simplifies the SQL query. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു വ്യൂവിൽ പറയുന്നത്.
അത് നമ്മൾ ഓൾറെഡി ജോയിൻ ഓപ്പറേഷൻസിൻ്റെ ഒക്കെ ഓൾറെഡി ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചു. അപ്പോൾ ഓരോ ടൈമിൽ നമുക്കത് റീയൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് റീയൂസബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. നമുക്ക് വീണ്ടും വീണ്ടും ആ ക്വറി എഴുതുന്നതിന് പകരം ജസ്റ്റ് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വ്യൂസിനെ നമുക്ക് കോൾ ചെയ്താൽ മാത്രം മതി. സെലക്ട് സ്റ്റാർ ഫ്രം ഫാക്കൽറ്റി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത വ്യൂവിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു വ്യൂവിൻ്റെ റീയൂസബിലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഒരു എംപ്ലോയിയുടെ സാലറി ഒഴികെയുള്ള ഡീറ്റെയിൽസ് മാത്രമാണ് നമ്മുടെ ഡീറ്റെയിൽസ് നമ്മൾ വ്യൂ ആയിട്ട് ക്രിയേറ്റ് ചെയ്തതെങ്കിൽ അവരുടെ സാലറി ഹിഡൻ ആണ്. അതുപോലെ ഏതെങ്കിലും പേഴ്സണൽ ഇൻഫോർമേഷൻസ്, പാൻ കാർഡ് നമ്പർ, അക്കൗണ്ട് നമ്പറും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് certain യൂസേഴ്സിന് ഹൈഡ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇത്തരം വ്യൂസ് കൊണ്ട് നമുക്ക് സെക്യൂരിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ചില സെൻസിറ്റീവായിട്ടുള്ള ഇൻഫോർമേഷൻസ് ഹൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാം, ഇങ്ങനെ ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വറീസ് വീണ്ടും ടൈപ്പ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നേ ഉള്ളൂ, ജസ്റ്റ് വ്യൂസിനെ കോൾ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഇത്തരം SQL ക്വറീസ് കുറച്ചുകൂടി സിംപ്ലിഫൈഡ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, നോട്ട് നള്ളായിട്ടുള്ള കോളംസ് മാത്രമാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇതിനാണ് കൂടുതൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ the only consideration is that view should contain all not null columns of the tables it references. ഓക്കെ, അപ്പം നോട്ട് നൾ ആയിട്ടുള്ള, അതായത് ഏതെങ്കിലും രീതിയിലെ എലമെൻറ്റ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കോളംസ് ആണ് നമ്മളവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് വ്യൂസ്. ഓക്കെ അല്ലേ? അപ്പം വ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതൊരു വെർച്വൽ ആയിട്ടുള്ളൊരു ടേബിളാണ്. അത് ഫിസിക്കലി എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അവിടെ എന്ത് ക്വറീസാണോ അത് നമ്മുടെ ഡാറ്റാബേസ് കാറ്റലോഗിൽ സ്റ്റോർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം വ്യൂസിലൂടെ നമുക്ക് കമ്പൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഡിഫറെൻറ്റ് കമ്പൈൻ അല്ലെങ്കിൽ ജോയിൻ ഓപ്പറേഷൻസ് വെച്ചിരിക്കുന്ന റിസൾട്ടൻ്റ് റിലേഷൻസിന് നമുക്ക് ഒരു വ്യൂ എന്നുള്ളൊരു കമാൻഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്തരം വ്യൂസിലൂടെ നമുക്ക് പല ഇൻഫോർമേഷൻസും സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസും പല യൂസേഴ്സിൽ നിന്ന് നമുക്ക് ഹൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇത് വളരെ റീയൂസബിളാണ്, വ്യൂസ് വളരെ റീയൂസബിളാണെന്ന് പറയാൻ വേണ്ടി പറ്റും. ഇതിലെ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് ഇൻസേർട്ട്, ക്രിയേറ്റ്, ഡ്രോപ്പ്, റീനെയിം, ക്രിയേറ്റ്, ഡ്രോപ്പ്. അതുപോലെ തന്നെ ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വ്യൂവിനെ നമുക്ക് എന്ത് ചെയ്യണമെങ്കിൽ നമ്മൾ സിംപ്ലി സെലക്ട് ഓപ്പറേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ സെലക്ട് സ്റ്റാർ ഫ്രം ഫാക്കൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി എന്താണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഒരു റിസൾട്ടൻ്റെ റിലേഷനെയാണ് നമ്മൾ കോൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആ ഒരു വ്യൂ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടില്ല, പക്ഷെ അതുകൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതായത് നമ്മൾ ഓൾറെഡി പല ജോയിൻ ഓപ്പറേഷൻസും ഇതുപോലെ ഒരു വ്യൂ കമാൻഡിൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് സെലക്ട് സ്റ്റാർ ഫ്രം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇത്തരം വ്യൂസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, പിന്നെ ഇവിടെ ഓൾറെഡി ഏതൊക്കെ വ്യൂസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ ഈ വ്യൂസിനൊക്കെ നമുക്ക് ഷോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. Okay, so that's all about views. Thank you.